ഹലോ നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് പരിപ്പിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പരിപ്പ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ ഈ പരിപ്പിൽ ഞാൻ മുരിങ്ങക്കായ, ചക്കക്കുരു, മാങ്ങ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കാം. ഇങ്ങനത്തെ ഒരു കപ്പ് അളവിൽ പരിപ്പെടുത്തിട്ടുണ്ട്. ഒരു 3/4 കപ്പ്. ഇത് കഴുകി വൃത്തിയാക്കണം. കുറച്ച് ചക്കക്കുരു ചേർക്കുന്നുണ്ട്, ഒരു 10-12 എണ്ണം. ഞാൻ ഇതിൻ്റെ തോലൊന്നും കളഞ്ഞിട്ടില്ല കണ്ടോ. ഈ തോലിലാണ് ഇതിൻ്റെ പോഷകങ്ങളുള്ളത്. അപ്പോൾ അതിൻ്റെ ആ വൈറ്റ് തോല് മാത്രമേ കളഞ്ഞുള്ളൂ. ഇത് അങ്ങനെ തന്നെ ഇട്ട് വേവിക്കുകയാണ്. പിന്നെ ഞാൻ കുക്കറിൽ സാധാരണ പരിപ്പ് കറി വെക്കാറില്ല. ഇവിടുത്തെ ചേട്ടനത് ഇഷ്ടമല്ല. പക്ഷേ നമുക്ക് ഈ ചക്കക്കുരും പരിപ്പൊക്കെ ഇത്തിരി സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ ഒറ്റ ട്രിപ്പ് കുക്കറിൽ വേവിക്കുകയാണ്. ഒരൊറ്റ വിസിൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സാധനം കൂടെ ആഡ് ചെയ്യാനുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉപ്പ് ഇപ്പം ചേർക്കണില്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാം. അപ്പോൾ ഇതിനൊന്ന് വേവിച്ചെടുക്കണം. ഒരൊറ്റ വിസിൽ വരുമ്പോൾ ഞാൻ മാറ്റും കേട്ടോ. എന്നിട്ട് നമുക്ക് മുരിങ്ങക്കായൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിനൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം മാങ്ങ. എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരെണ്ണം ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ, കാരണം എനിക്ക് മാങ്ങയുടെ പുളിയൊക്കെ നല്ല ഇഷ്ടമാണ്. അത് നിങ്ങളുടെ പുളിക്ക് അനുസരിച്ച് പകുതിയോ അല്ലെങ്കിൽ മുഴുവനോ ചേർക്കാം. അപ്പം ഞാനിതൊന്ന് ക്ലീൻ ആക്കട്ടെ. ഒരു വിസിൽ അടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും പരിപ്പൊക്കെ വെന്തൊരു വിധമായി. നമ്മുടെ ചക്കക്കുരു ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുരിങ്ങക്കായൊക്കെ ഇട്ട് വേവിക്കുമ്പോൾ ചക്കക്കുരൊക്കെ ഒന്നും കൂടെ പാകാവും. ഇനി ഞാൻ അരിഞ്ഞു വെച്ച മുരിങ്ങക്കായ ഇടാണ്. മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കാണ്. ഈ മുരിങ്ങക്കായ പെട്ടെന്ന് വേവ് കിട്ടും. അതിന് വലിപ്പുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ അത് ചള്ളാണ്. മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു 1.5 ടീസ്പൂൺ. കുഞ്ഞു സ്പൂണാണ് കേട്ടോ എൻ്റെ. ഇപ്പൊ ഞാൻ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ കുക്കർ വിസിലില്ലാതെ ഞാൻ ജസ്റ്റ് ഇതിനൊന്ന് വേവിച്ചെടുക്കുക, കാരണം ഇത് പെട്ടെന്ന് വേവും. നമ്മുടെ മുരിങ്ങക്കായും മാങ്ങയൊക്കെ വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പം ആ സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഒരു ചെറിയ അളവിൽ എടുത്തിട്ടുള്ളൂ, ഒരു അരമുറിയുടെ പകുതിയൊക്കെ എടുത്തിട്ടുള്ളൂ. കാരണം കുറേ തേങ്ങ ആകുമ്പോൾ കറി ഭയങ്കര കട്ടിയായിപ്പോൾ. പിന്നെ അതിൻ്റെ കൂടെ 2 പച്ചമുളകും 2 ചെറിയുള്ളിയും. ചിലർ ജീരകമൊക്കെ ചേർക്കുന്നുണ്ട്. ഞങ്ങൾ തൃശ്ശൂരുകാർ അങ്ങനെയൊന്നും ഇടാനില്ല. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജീരകം ചേർത്തോളൂ കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയും അത് വേവിച്ചതൊക്കെ ഉടഞ്ഞു പോകും. മാങ്ങയൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. മുരിങ്ങയ്ക്കൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ഇനി നമ്മൾ അരച്ചു വെച്ച നാളികേരത്തിൻ്റെ കൂട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പം മാങ്ങ ചേർത്തുകൊണ്ട് നമുക്കിനി വേറെ കോൽപ്പുളിയോ തക്കാളിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മാങ്ങയ്ക്ക് തന്നെ നല്ല പുളിയുണ്ട്. ഇനി ഇതിന് ഒരു 3-4 മിനിറ്റ് ഈ അരപ്പും കൂടി ഒന്ന് കിടക്കട്ടെ ഈ കറിയിൽ. തീ സിമ്മാക്കി വെച്ചിട്ടുണ്ട്. അരപ്പ് ഒഴിച്ചൊരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ചെറിയ തിള വരുന്നുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാണ്. നമുക്ക് ഇനി കാച്ചിയെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക്, 2-3 വറ്റൽമുളക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ട് കറിവേപ്പില. തീ ഓഫ് ചെയ്യാണ്. ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നാടൻ കറിയാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ അമ്മമാരും ഉണ്ടാക്കുന്ന കറിയാണ്. പക്ഷെ ചിലർക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കാണിച്ചു തന്നത് കണ്ടോ. നമ്മുടെ കിടിലൻ പരിപ്പ് കറി തയ്യാറായിട്ടുണ്ട്. ഇതിൽ മുരിങ്ങക്കയുണ്ട്, മാങ്ങയുണ്ട്, ചക്കക്കുരുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ടേസ്റ്റ് ചെയ്തിട്ടുള്ള കറി തന്നെയാണത്. നല്ലൊരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടാവും. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി ഇനിയും കാണാം. താങ്ക് യു.